ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീട്ടിൽ ഓവണൊന്നും ഇല്ലാതെ തന്നെ ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫഡ്ജി ബ്രൗണിയാണ്. വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ബ്രൗണി. അപ്പോൾ നമുക്ക് ബ്രൗണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ നമ്മൾ ഏത് ടിന്നിലാണോ ബ്രൗണി ഉണ്ടാക്കുന്നത് അതൊന്ന് ഗ്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 200 ഗ്രാം സെമി ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കി എടുക്കുകയാണ്. ചോക്ലേറ്റ് എല്ലാം ചെറിയ പീസസ് ആക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചോക്ലേറ്റ് പീസസ് മാറ്റി വെച്ചിട്ടുണ്ട് മേലെ ഒന്ന് സ്പ്രെഡ് ഇടാൻ മിക്സിങ് ചെയ്യുമ്പോൾ ഇടാനായിട്ട്. നമ്മളിതിലേക്ക് ഞാനൊരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ അടുപ്പിൽ നമ്മൾ പാന് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച ശേഷം അതിൻ്റെ മേലേക്ക് ഇറക്കി വെക്കുക. അതങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുക കേട്ടോ. വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് ഹീറ്റ് പ്രൂഫ് ആവണമെന്നില്ല. ഒരിക്കൽ എൻ്റെ ബൗൾ ഇതുപോലെ പൊട്ടിയപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുകയാണെങ്കിലും മെൽട്ടായി വന്നോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് മെൽട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തണുക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ ബ്രൗണി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് ഒരു 3 മീഡിയം സൈസ് മുട്ടയാണ് കേട്ടോ. ചെറിയ കുഞ്ഞു മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. ഇനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വൈറ്റ് ഷുഗറും പിന്നെ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിന് കുറവായിട്ട് ഉപ്പും 1 ടീസ്പൂണോളം വെനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ മിക്സി ജാറിൽ ഡയറക്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പക്ഷേ നമ്മൾ മിക്സി ജാർ എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് തുടച്ച് ഉണങ്ങിയ ജാറിൽ നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് വരും. വിസ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോഴാണ് ആ മേലത്തെ ക്രസ്റ്റ് കറക്റ്റ് ഫ്ലേക്കി ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് വന്നിട്ട് ഈ ബൗളിലേക്ക് ചോക്ലേറ്റ് മിക്സ് വന്നിട്ട് നമ്മൾ എഗ്ഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോഴും ഇതുപോലെ ഡയറക്റ്റ് മിക്സിയിലേക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് മിക്സും ഈ എഗ്ഗിൻ്റെ മിക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരണം. അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയും പിന്നെ ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എൻഹാൻസ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഈ പൊടിയും ഈ മിക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം ചോക്ലേറ്റ് വേണമെങ്കിൽ ഒരു എങ്ങനെ പറയുക ഒരു 1/2 കപ്പൊക്കെ ഒരു 1/4 കപ്പൊക്കെ ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഉള്ളിൽ ഈ ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ട് നല്ലൊരു ടെക്സ്ചർ കിട്ടും.
അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് പീസസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് വാൾനട്ട്, ആൽമണ്ട്സ്, കാഷ്യൂസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് കുറച്ച് ചോക്ലേറ്റ് പീസസ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനെ കാട്ടിയും കുറച്ച് തിക്കായുള്ള ബാറ്റർ ആയിരിക്കും ബ്രൗണിയുടെ. ഞാനിത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനെടുക്കാം. നമ്മൾ മൈക്രോവേവ് ഓവനിൽ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 180 ഡിഗ്രിയിൽ ഒരു 30 to 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആകും. ഒരു ഓവൻ്റെ ഇത് കണ്ടീഷൻ അനുസരിച്ച്. ഇവിടെ ഞാൻ പാനിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലേക്ക് നമ്മൾ ബ്രൗണിയുടെ ഇത് ബാറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് മൊത്തത്തിലൊരു 1.5 hour എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് ആയി കിട്ടാനായിട്ട്. അപ്പം ഓരോരുത്തരുടെയും ചിലപ്പോൾ പാത്രങ്ങൾ ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ തട്ടൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കുറവേ എടുക്കുള്ളൂ. ഹീറ്റ് എല്ലാവിടെയും ഒരുപോലെ എത്തണതുകൊണ്ട് പെട്ടെന്നാകും. ഗ്ലാസിൻ്റെ ഇതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് മേലെ ഭാഗം അധികം തട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. അതാണ് ചെറുതായിട്ട് ആ നടുവിൽ മാത്രം ക്രിസ്പി ആയിട്ടില്ല. ബാക്കി എല്ലാവിടെയും ക്രിസ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ ചെമ്പുണ്ടല്ലോ അതിലൊക്കെ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചൂടാറിയ ശേഷം കട്ടാക്കി എടുക്കാം കേട്ടോ. ചൂടോടെ കട്ടാക്കുമ്പോഴല്ലേ അത് പൊടിഞ്ഞു പോകും ചിലപ്പോൾ, പിന്നെ ഒട്ടലും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് ബ്രൗണി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ കട്ടാക്കി എടുക്കണത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രൗണി വന്നിട്ട് നല്ല ഉള്ളിൽ 2 സൈഡും നല്ല ക്രിസ്പായിട്ടും ഉള്ളിൽ സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ നമ്മൾ ബ്രൗണി സെർവ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.